ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക ലോക സമസ്ത സുഖിനോ ഭവന്തു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ആരും സമ്മതിച്ച് തരാത്ത ഒരു കാര്യവും. എല്ലാവർക്കും മറവി ഭയങ്കരമാണ്. ആരെന്ത് സഹായം ആർക്ക് ചെയ്താലും ആ സമയത്തല്ലാതെ പിന്നീടൊരു സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ നന്ദിയും കടപ്പാടും എന്നതുപോലെ മറവി അവർക്ക് വലിയ ഒരു അനുഗ്രഹമായി മാറും. നന്ദിയുണ്ടാവില്ല, അവർക്ക് കടപ്പാടും ഉണ്ടാവില്ല. അത് അവർക്കൊരു വലിയൊരു അനുഗ്രഹമാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് മറക്കും. ആരെന്ത് സഹായം ചെയ്താലും ആരെന്ത് ഭാഗ്യം അവർക്ക് കൊടുത്താലും അതുപോലെ ഏത് കാര്യം അവർക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാലും ആ സമയം കഴിയുമ്പോൾ എത്ര പെട്ടെന്ന് ജനം മറക്കും. ഇതിനുള്ള പ്രത്യേക കഴിവ് ജനത്തിന് മാത്രമേ ഉള്ളൂ, മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. 90% മൃഗങ്ങൾക്കും പക്ഷികൾക്കും നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാം ഉണ്ട്. എത്ര ക്രൂരമായ മൃഗത്തെയും നമ്മളൊന്ന് സ്നേഹിച്ചു മിരുക്കിയെടുത്താൽ അത് അതിൻ്റെ സ്വഭാവം ആവശ്യത്തിന് എപ്പോഴെങ്കിലും ചിലപ്പം കാണിച്ചെന്നിരിക്കും. എന്നാലും മനുഷ്യനോളം നന്ദികേടോ കടപ്പാട് മറന്നതോ മൃഗങ്ങൾക്കുണ്ടാവില്ല, പക്ഷികൾക്കും ഉണ്ടാവില്ല. അതല്ല, ഏറ്റവും സവിശേഷമായ ഗുണങ്ങളുള്ള മനുഷ്യർക്ക് തന്നെയാണ് ഏറ്റവും പ്രശ്നങ്ങളായ സ്വഭാവ ദൂഷ്യങ്ങളും ഉള്ളത്. ആ സമയത്ത് മാത്രം, അവർക്ക് കിട്ടുന്ന സമയത്ത് മാത്രമേ അവരൊന്ന് ഓർക്കാറുള്ളൂ, അയ്യോ ഇത് കിട്ടിയത് ഭാഗ്യമായി പോയി. അവരടുത്ത് തന്നെ ആവർത്തിച്ച് പറയും, നിങ്ങൾ മനുഷ്യനല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ദൈവമാണ് എന്ന് പറഞ്ഞായിരിക്കും അവരെ സന്തോഷിപ്പിക്കുന്നത്, സുഖിപ്പിക്കുന്നത്. ബുദ്ധികെട്ട ജീവികൾ അതിൻ്റെ പിന്നാലെ ചിലപ്പം പാഞ്ഞെന്നും ഇരിക്കും. ബുദ്ധിയുള്ളവർ അത് കേട്ട് മറന്നെന്നും ഇരിക്കും. കാരണം കൂടുതലും ജനവും നന്ദിയില്ലാത്ത ജനങ്ങളാണ്. അവർക്ക് ഈ മറവി ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം അവർക്ക് രോഗമായി മാറിയെന്നിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ നന്ദികേട് മറവിയായി, ആയുധമായി, കുത്തകയായി എടുക്കുന്ന ഇവർക്ക് ഭഗവാൻ കൊടുക്കുന്ന വേറൊരു വലിയ ഒരു മറവി കൊടുക്കും. അതവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. ഇത് അവര് മറന്നുപോയി എന്ന് പറയാനല്ല, അത് അവരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മറവിയാണ്. ഇത് ആർക്കും മനസ്സിലാവില്ല. അത് ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എത്ര നന്മയുണ്ടെങ്കിലും എത്ര സന്തോഷമുണ്ടെങ്കിലും അവർക്കത് ആസ്വദിക്കണമെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കണം. ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് എന്ത് കിട്ടിയിട്ടും ഭാഗ്യമില്ല, ഫലമില്ല. ഇതിനെ അവർക്കത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനും കഴിയില്ല. അപ്പം മനുഷ്യരായ നമ്മൾ മറവി എന്നത് ആവശ്യത്തിനുള്ള മറവിയല്ല, ഇത് മനഃപൂർവ്വം മറന്നെന്ന് നടിക്കുന്ന മറവിയാണ്. ഈ മറവിക്ക് ഭഗവാൻ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അതിനൊരു ഔഷധം കൊടുത്തിരിക്കും, ഉറപ്പാണ്. ഇതുകൊണ്ടാണ് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ മുതിർന്ന ആൾക്കാർ പറയും, പാവം ചെയ്യരുതേ. അമ്മമാരാണ് പാവം ചെയ്യുന്നെങ്കിൽ പറയും, നിങ്ങൾ പാവം ചെയ്യരുതേ, നിങ്ങളുടെ മക്കളെ അത് ബാധിക്കും, നിങ്ങളെ കുടുംബത്തിനെ അത് ബാധിക്കും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റ് നാം തന്നെ അനുഭവിച്ച് തീർക്കണം. നമ്മുടെ പിൻഗാമികളും അതിന് ചിലപ്പോൾ കൂട്ടുനിന്നെന്ന് വരും. ആരെങ്കിലും ചെയ്യുന്ന തെറ്റ് നമ്മുടെ കുട്ടികൾക്കോ നമ്മൾക്കോ കിട്ടില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റ് തന്നെ ആയിരിക്കും നമ്മൾക്ക് ദോഷവും ദുരിതവും ദുഃഖവും രോഗവുമായി മാറുന്നത്. ആർക്കും അത് മനസ്സിലാവില്ല. എല്ലാവരും വിചാരിക്കും ഈ ദൈവങ്ങൾക്ക് കണ്ണില്ല, ദൈവങ്ങൾ കല്ലാണ്, കല്ലായ ദൈവത്തിന് മനസ്സില്ല, ഇങ്ങനെയെല്ലാം ആയിരിക്കും ചിന്തിക്കുന്നത്. ഈ മൂഢമായ ചിന്ത അവർക്ക് നാശവും ദുരിതവും ദുഃഖമേ ഉണ്ടാക്കാറുള്ളൂ. ഇവരൊന്നു മാത്രം മനസ്സിലാക്കണം, നന്മ മാത്രമേ ജയിക്കൂ, സത്യം മാത്രമേ ജയിക്കൂ. നമുക്ക് നന്മ വേണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നന്മ വളർത്തണം, ചീത്ത സ്വഭാവങ്ങളെല്ലാം മാറ്റണം. അതുപോലെ തന്നെ ഈ മറവി എന്ന് പറയുന്നത് നന്ദികേടിന്
വാങ്ങിച്ചെടുക്കുന്ന ഒരു മറയായിട്ട് കരുതണ്ട. നന്ദികേടിന് മാറ്റുക തന്നെ വേണം. ആ മറവിയെ നമ്മൾ എന്നേക്കുമായി മറന്നു തന്നെ പോകണം. ആരാണോ നമുക്കൊരു സഹായവും നമുക്ക് ആപത്ത് ഘട്ടത്തിൽ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളെയും മറന്നുപോയാൽ അത് പിന്നെ വലിയ ആപത്തിൽ തന്നെ എത്തിക്കുള്ളൂ. അല്ലാതെ വേറെ ഒരിടവും ചെന്ന് ചേരാൻ പറ്റില്ല. എല്ലാ ആൾക്കാർക്കും നല്ല മഹാഭാഗ്യങ്ങൾ ഭഗവാന് കൊടുക്കാൻ പറ്റും. മഹാഭാഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിനപ്പുറം പേരിടാമെങ്കിൽ ആ പേരും കണ്ടുപിടിച്ച് ഇടുന്നത് വളരെ ഉത്തമമായിരിക്കും. ഏറ്റവും നല്ലത് തന്നെയാണിത്. എല്ലാവർക്കും ഭഗവാൻ ഈ മഹാഭാഗ്യം കൊടുക്കാൻ പറ്റും. എല്ലാ ആൾക്കാർക്കും എടുക്കാനും കഴിയും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു.